ചില നേരത്തെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ മൈൻഡ് ബ്ലാങ്ക് ആയി പോകാറുണ്ടോ? സങ്കടമല്ല, ദേഷ്യമല്ല, പക്ഷെ ഉള്ളിലൊരുമാതിരി വല്ലാത്തൊരു ശൂന്യത. മൂഡ് മാറ്റാൻ വേണ്ടി ഫോൺ എടുത്ത് നോക്കും, നടക്കില്ല. പാട്ട് കേൾക്കും, ഒരു മാറ്റവും ഇല്ല. യൂട്യൂബിൽ മോട്ടിവേഷൻ വീഡിയോസ് വെക്കും, പക്ഷെ ഒന്നിനും നമ്മൾ ആ കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ എനിക്കൊന്ന് സന്തോഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. സത്യം പറഞ്ഞാൽ ഈ അവസ്ഥ വെറുതെ കൊണ്ടാവുന്നതല്ല, നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില സ്പെസിഫിക് കാര്യങ്ങളാണ് ഇതിന് കാരണം. പക്ഷെ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ആർക്കും വലിയ ധാരണയില്ല എന്നാണ് സത്യം. ഇന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, വെറും 15 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ മൂഡ് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിന് വലിയ മോട്ടിവേഷൻ ക്ലാസ്സുകളുടെയോ അല്ലെങ്കിൽ വലിയ ലൈഫ് ചേഞ്ചിൻ്റെയോ ഫേക്ക് പോസിറ്റിവിറ്റിയോ ഒന്നും ആവശ്യമില്ല. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മൂഡ് ഇൻസ്റ്റൻ്റായി മാറ്റാൻ സഹായിക്കുന്ന 4 പവർഫുൾ ബ്രെയിൻ സ്വിച്ചുകൾ ഞാൻ കാണിച്ചു തരാം. ഇതിൽ മൂന്നാമത്തെ കാര്യം ഏറ്റവും സ്പീഡിൽ റിസൾട്ട് ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ 4ാമത്തെ സ്വിച്ച് ഉണ്ടല്ലോ, അത് സ്ട്രെസ്സിനെ നേരിടാൻ നിങ്ങളുടെ ബ്രെയിനിനെ ഫലപ്രദമായി മാറ്റിക്കളയും. അതുകൊണ്ട് ഒരെണ്ണം പോലും മിസ് ചെയ്യരുത്, അവസാനം വരെ കാണുക. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ കത്തുന്ന വെയിലിൽ, ഉരുകി ഒലിക്കുന്ന ചൂടിൽ, ഒരു ട്രാഫിക് ബ്ലോക്കിൽ 2 പേര് കുടുങ്ങിക്കിടക്കുകയാണെന്ന് വിചാരിക്കാം. ഒരേ ചൂടും ഒരേ ബഹളം, ഒരേ ഫ്രസ്ട്രേഷൻ. പക്ഷേ ഇതിലൊരാൾ വീട്ടിലെത്തുന്നത് ആകെ ദേഷ്യപ്പെട്ട് തളർന്ന് ഓരോന്നാലോചിച്ച് വട്ട് പിടിച്ചായിരിക്കും. എന്നിട്ട് ആ ദേഷ്യം വീട്ടുകാരുടെ മേലെ കാണിക്കുകയും ചെയ്യും. എന്നാൽ രണ്ടാമത്തെ ആളോ, അയാൾ അതൊക്കെ അങ്ങ് വിട്ട് വളരെ കൂളായിട്ട് വരുന്നു. ആ സന്തോഷം വീട്ടിൽ അനുഭവപ്പെടുന്നു. ഇവിടെ എന്താ മാറിയത്? അവരുടെ ജീവിത സാഹചര്യമല്ല, അവരുടെ പ്രശ്നങ്ങളുമല്ല. ആ ആദ്യത്തെ കുറച്ച് സെക്കൻഡുകളിൽ അവരുടെ ബ്രെയിന് ആ സിറ്റുവേഷനോട് എങ്ങനെ റിയാക്ട് ചെയ്തു എന്ന് മാത്രമാണ് വ്യത്യാസം. സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനെ നമ്മളെപ്പോഴും സന്തോഷിപ്പിക്കാനല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പകരം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഈ നെഗറ്റീവ് ചിന്തകളെ പകുതി വഴിയിൽ വെച്ച് തന്നെ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ 4 കാര്യങ്ങൾ എന്തൊക്കെ നോക്കല്ലേ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഫേസ് ഫീഡ്ബാക്ക് സ്വിച്ച്. പലർക്കും അറിയാത്തൊരു സീക്രട്ട് ഉണ്ട്. നമ്മുടെ ബ്രെയിന് വെറുതെ ഇരുന്നെങ്കിൽ ഇമോഷൻസ് ഉണ്ടാക്കിയല്ല ചെയ്യുന്നത്, പകരം നമ്മുടെ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ടാണ് ബ്രെയിന് തീരുമാനിക്കുന്നത് നമ്മളിപ്പോൾ ഹാപ്പി ആയിരിക്കണോ അതോ സാഡ് ആയിരിക്കണോ എന്ന്. അതിന് ഏറ്റവും സ്ട്രോങ് ആയ സിഗ്നൽ വരുന്നത് നമ്മുടെ മുഖത്ത് നിന്നാണ്. ഇപ്പോൾ തന്നെ നമുക്കൊന്ന് ലൈവായിട്ട് ചെയ്ത് നോക്കാം. നിങ്ങളുടെ പുരികൊന്ന് ചെറുതായിട്ട് ഉയർത്തുക, താടിയല്ലേ ജോ ഒന്ന് റിലാക്സ് ആക്കുക, എന്നിട്ട് മുഖത്ത് ഒരു കുഞ്ഞു ചിരി വരുത്തുക. വലിയ അട്ടഹാസം പൊട്ടി ചിരി ഒന്നല്ല കേട്ടോ, ജസ്റ്റ് ഒരു ചെറിയൊരു പുഞ്ചിരി. ഇതൊരു 15 സെക്കൻഡ് ഒന്ന് പിടിച്ചു വെച്ച് നോക്കിയേ. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് പാസ്സാവുകയാണ്, സീനൊന്നുമില്ല, നമ്മൾ സേഫാണ് എന്ന്. ബ്രെയിനിന് ആ ഒരു സേഫ്റ്റി ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ട്രെസ്സ് കുറയ്ക്കുകയും ബോഡിയിലേക്ക് ഫീൽ ഗുഡ് കെമിക്കൽസ് വിടാൻ തുടങ്ങുകയും ചെയ്യും. നിങ്ങളുടെ സന്തോഷം നിർബന്ധിച്ചുണ്ടാക്കിയതല്ല, പകരം ബ്രെയിനിന് ഒരു സിഗ്നൽ കൊടുത്താണ്. നമ്മുടെ ചിന്തകളൊക്കെ സ്പീഡിലാണ് ബ്രെയിൻ നമ്മുടെ ബോഡി സിഗ്നലിനോട് റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റെന്താണെന്നോ? മൂഡ് ശരിയായ ശേഷം ചിരിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ സംഗതി നേരെ തിരിച്ചാണ്. ആദ്യം സിഗ്നൽ മാറ്റുക, അപ്പോൾ മൂഡ് താനെ മാറിക്കോളും. ഇനി രണ്ടാമത്തെ പവർഫുൾ സ്വിച്ച്, നെയിം ഇറ്റ് ടു ടൈം ഇറ്റ്. ചില സമയത്ത് നമ്മുടെ ചിന്തകളങ്ങ് കാട് കയറി പോകാറില്ലേ? ഓവർ തിങ്കിങ്, പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കൽ, അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കുന്നുള്ള പേടി. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വട്ട് പിടിച്ചിരിക്കുമ്പോൾ അത് ഓഫ് ചെയ്യാനൊരു എളുപ്പ വഴിയുണ്ട്. സിമ്പിളാണ്. ആ നിമിഷം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിന് ജസ്റ്റ് ഒരു പേര് കൊടുക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിൽ പറയുക, ഇപ്പോൾ എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നുന്നുണ്ട്, അതും അല്ലെങ്കിൽ എനിക്കിപ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇത് മാറ്റാൻ നോക്കണ്ട, കൂടുതൽ ആലോചിക്കുകയും വേണ്ട. ജസ്റ്റ് ആ വികാരത്തെ ഒന്ന് തിരിച്ചറിയുക. അപ്പോൾ തന്നെ ഒരു മാജിക്ക് സംഭവിക്കും. നിങ്ങളുടെ ബ്രെയിന് അപ്പോൾ തന്നെ ഇമോഷണൽ മോഡിൽ നിന്ന് ലോജിക്കൽ മോഡിലേക്ക് മാറും. സംഗതി ഇതാണ്, ഈ പേര് വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ പ്രശ്നത്തിൻ്റെ നടുവിലായിരുന്നു, എൻ്റെ ഒത്ത നടുക്കായിരുന്നു. എന്നാൽ പേര് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിന് പുറത്താണ്. മനസ്സിലായോ? ഒരു കൊടുങ്കാറ്റിൻ്റെ നടുവിൽ പെട്ടുപോകുന്നതും സേഫായിട്ടൊരു ജനലിലൂടെ കൊടുങ്കാറ്റ് നോക്കിയിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിന് സീന് സെയിമാണ്, പക്ഷേ നിങ്ങൾക്ക് പരിക്കായിരിക്കില്ല നിങ്ങൾ ഉള്ളിലാകുമ്പോൾ. കാരണം ഒരേ സമയം പരിഭ്രമിക്കാനും അതേ കാര്യം ഒബ്സർവ് ചെയ്യാനും നമ്മുടെ ബ്രെയിനിന് പറ്റില്ല. ആ ഒരു ലേബൽ കൊടുക്കുന്നതോടെ ആ നെഗറ്റീവ് ചിന്തകളുടെ ലൂപ്പ് നിങ്ങളവിടെ വെച്ച് പൊട്ടിക്കുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഇതാണ് ഇതിൻ്റെ താരം, മൈക്രോ വിൻ ഡോപ്പമിൻ ട്രിഗർ എന്ന് പറയും. നമ്മൾ വിചാരിക്കുന്ന വലിയൊരു വിജയം കിട്ടിക്കഴിഞ്ഞാലേ സന്തോഷം വരുള്ളൂ എന്നാണ്. പക്ഷെ അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. സത്യത്തിൽ നമ്മുടെ ബ്രെയിന് ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നത് നമ്മൾ ലക്ഷ്യത്തിലെത്തുമ്പോഴല്ല, പകരം നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോഴാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. വളരെ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഇപ്പം തന്നെ ഒന്ന് നിവർന്നിരിക്കുക, ഒന്ന് ദീർഘശ്വാസം എടുക്കുക, അല്ലെങ്കിൽ അടുത്തിരിക്കുന്നൊരു വെള്ളം എടുത്തിട്ട് ഒരു സിപ്പ് കുടിക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് കിടക്കുന്ന എന്തെങ്കിലും ഒന്ന് അടുക്കൊതുക്കി വെക്കുക. ചെയ്തോ? എന്നാൽ കേട്ടുള്ളൂ, ആ ഒരു ചെറിയൊരു ആക്ഷൻ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പമിന് ട്രിഗർ ചെയ്ത് കഴിഞ്ഞു.
ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് വെറുതെ ഒരു സുഖം തരുന്ന സാധനമല്ല. അത് നിങ്ങളുടെ മോട്ടിവേഷനും എനർജിയും ഫോക്കസും ഒക്കെ കൂട്ടുന്ന ഒരു സാധനമാണ്. നമ്മളൊക്കെ മോട്ടിവേഷൻ വന്നിട്ട് കാര്യം തുടങ്ങുന്നത് എന്ന് കരുതി കാത്തിരിക്കും. പക്ഷേ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. അതൊരു കുഞ്ഞ് ആക്ഷൻ എടുക്കുക, അപ്പോൾ താനേ മോട്ടിവേഷൻ പിന്നാലെ വരും. അതുകൊണ്ട് എപ്പോൾ സ്റ്റക്കാണെന്ന് തോന്നിയാലും ഒരു മൈക്രോ വിൻ കണ്ടുപിടിക്കുക, ഒരു ചെറിയൊരു കാര്യം. ഇതാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഫാസ്റ്റായ റീസെറ്റ് ബട്ടൺ. ഇത് നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ രഹസ്യം ഇതാണ്, 5 സെക്കൻഡ് അറ്റൻഷൻ ഷിഫ്റ്റ്. സത്യത്തിൽ നമ്മുടെ മൂഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തിലേക്കാണോ ശ്രദ്ധ കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും. നമ്മുടെ ബ്രെയിന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വഴിയെ മാത്രമേ സഞ്ചരിക്കൂ. നിങ്ങൾ പ്രശ്നങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അത് വലുതായിക്കൊണ്ടിരിക്കും, പ്രശ്നങ്ങൾ വലുതായിക്കൊണ്ടിരിക്കും. സ്ട്രെസ്സിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അത് ഇരട്ടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ചെറിയൊരു ട്രിക്ക് ഒന്ന് പറ്റി നോക്കാം. അടുത്ത 5 സെക്കൻഡിലേക്ക് നിങ്ങൾ ചുറ്റുമുള്ള എന്തെങ്കിലും ഒരു ശബ്ദം ശ്രദ്ധിക്കുക. നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് മാത്രം നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് അനുഭവപ്പെടുന്ന എന്തെങ്കിലും ഒരു സെൻസേഷൻ, ഇപ്പോൾ കാറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ശരീരത്തിൽ അപ്പം അനുഭവപ്പെടുന്ന എന്തെങ്കിലും ചെറിയൊരു വേദനയോ മറ്റോ ശ്രദ്ധിക്കുക. ജസ്റ്റ് അത് ഒബ്സർവ് ചെയ്യുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? നിങ്ങളുടെ ബ്രെയിന് ആ സ്ട്രെസ് ലൂപ്പിൽ നിന്ന് പുറത്ത് കിടന്ന് ഈ നിമിഷത്തിലേക്ക് അല്ലെങ്കിൽ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ തന്നെ നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഒന്ന് റിലാക്സ് ആവാൻ തുടങ്ങും. കാരണം ഒരേ സമയം പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കാനും അതേസമയം വല്ലാതെ പേടിച്ചിരിക്കാനും നമ്മുടെ ബ്രെയിനിന് കഴിയില്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. ഇനി ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് വല്ലാതെ ഒരു ലോ ഫീലിംഗ് വരുന്നു. ആ സമയത്ത് വെറുതെ ഓരോന്ന് ആലോചിച്ച് വട്ട് പിടിക്കുന്നതിന് പകരം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നു. മുഖം റിലാക്സ് ചെയ്ത് ആ കുഞ്ഞ് ചിരി വരുത്തുന്നു, ആ തോന്നലിന് ഒരു പേര് വിളിക്കുന്നു, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്യുന്നു, മൈക്രോ വിൻ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ ശ്രദ്ധ ഈ നിമിഷത്തിലേക്ക് മാറ്റുന്നു. കണ്ടോ, വെറും 1 മിനിറ്റ് പോലും വേണ്ട, നിങ്ങളുടെ മൈൻഡ് അങ്ങ് മാറി. ഇവിടെ നിങ്ങളുടെ ജീവിത സാഹചര്യം ഒന്നുമല്ല മാറിയത്, പകരം നിങ്ങളുടെ ബ്രെയിനിൻ്റെ അവസ്ഥയാണ് മാറിയത്. ഇതിനെയാണ് ശരിക്കുള്ള സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ആരും ഇതുവരെ തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട്. സന്തോഷം എന്ന് പറയുന്നത് എവിടെയെങ്കിലും പോയി തപ്പിപ്പിടിക്കേണ്ട ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ആക്ടിവേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. അതിനുവേണ്ട എല്ലാ സെറ്റപ്പും നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. എങ്ങനെ ബ്രെയിനൊരു സേഫ്റ്റി സിഗ്നൽ കൊടുക്കാം, എങ്ങനെ ഓവർ തിങ്കിങ് തടയാം, എങ്ങനെ ഇൻസ്റ്റൻ്റായി മോട്ടിവേഷൻ ഉണ്ടാക്കാം, പിന്നെ വെറും സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെ മൈൻഡ് റീസെറ്റ് ചെയ്യാം എന്നൊക്കെ. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും ഒരു കാരണമില്ലാതെ മനസ്സ് ബ്ലാങ്ക് ആയാൽ നിങ്ങൾ പേടിക്കില്ല. കാരണം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ സ്വിച്ചുകൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.